വേടനെ പോലുള്ളവരുടെ രാഷ്ട്രീയം അത് നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ചേരൻ സാറിനെ പോലുള്ള ആൾക്ക് വന്ന് ഈ സിനിമ ചെയ്യാന്ന് പറയുന്നത് അവർക്ക് അതിന്റെ രാഷ്ട്രീയം മനസ്സിലായതുകൊണ്ടാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആണല്ലോ. ഞാൻ അതിനെ ഒരു മാർക്കറ്റിംഗ് ടൂളായിട്ട് ഉപയോഗിച്ചു എന്നല്ല. ശരിക്കും ഇപ്പോൾ ഇതുവരെ കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് ഗംഭീര റെസ്പോൺസാണ് സിനിമയ്ക്ക്. ഒരു 6 വർഷം കഴിഞ്ഞിട്ടാണ് അനുരാജ് ഒരു പടം ചെയ്യണത്. അപ്പോൾ 6 വർഷം എന്തുകൊണ്ട് എടുത്തു എന്നുള്ളതിന് ഉത്തരമാണ് ഈ സിനിമ. അല്ല, ടോവിയുടെ ഒരു പീക്ക് പെർഫോമൻസ് നമുക്ക് സിനിമയിൽ കാണാൻ പറ്റും. അതേണക്ക് തന്നെ നമ്മൾ ഈ കഥകളിലും ന്യൂസിലെല്ലാം അറിഞ്ഞിട്ടുള്ള ഒരു സംഭവം. അതെ അതെ, അപ്പൊ ഇതൊരു ഫിക്ഷൻ കഥയാണിത്. തീർച്ചയായിട്ടും നമ്മളെയൊക്കെ ഇൻസ്പയർ ചെയ്യുന്നത് നമ്മൾ വായിച്ചിട്ടുള്ള ഏതെങ്കിലും ന്യൂസുകളോ നമ്മളെ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻസ് ഒക്കെയാണ് നമ്മൾ ഇൻസ്പയർ ചെയ്യുന്നത്. അപ്പം അല്ലെ, നമ്മൾ സാധാരണ ആൾക്കാരാണെങ്കിൽ അത് കേട്ടിട്ട് പോകും, പ്രേക്ഷകരെ ഇത് കാണും, സിനിമാക്കാരനത് സിനിമയാക്കും. അപ്പോൾ ആ സിനിമാറ്റിക് എക്സ്പീരിയൻസിനുള്ള ആ ഒരു സ്വാതന്ത്ര്യം ലിബർട്ടിയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്തിട്ടുള്ളൊരു ഫിക്ഷൻ ആണ്. ഭയങ്കര ഇമോഷണലാണ്. ഞാനതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഈ വിഷയം അതിനെ ഇമോഷണലായിട്ട് കൂടി ട്രീറ്റ് ചെയ്യാന്ന് പറയുന്നത് പലപ്പോഴും ബുദ്ധിമുട്ടാണ്. നമ്മളൊക്കെ കഥകൾ ആലോചിക്കുന്നവരല്ലേ. അപ്പോൾ ആ നിലയ്ക്ക് ഇതൊരു പെർഫെക്റ്റ് ബ്ലെൻഡാണ്. റൈറ്ററും ഇതിൻ്റെ എഴുത്ത്, പിന്നെ ഓഫ് കോഴ്സ് ടോവിയുടെ പെർഫോമൻസ്, ചേരൻ സാറിൻ്റെ പെർഫോമൻസ്, ആര്യയുടെ പെർഫോമൻസ് ആൻഡ് അബിൻ്റെ എഴുത്ത്. പല ആൾക്കാരും, ഞാനൊക്കെ സിനിമയിൽ ഏറ്റവും ഒടുവിൽ വരുന്ന ആളാണ്. അപ്പോൾ കാര്യങ്ങൾ വളരെ ഇമോഷണലാണ്. അല്ല, ഇപ്പം നമുക്ക് സാധാരണ അറിയാവുന്നതാണ്, ഒരു സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ഒന്നെങ്കിൽ ചെറുപ്പക്കാരായിരിക്കും അല്ലെങ്കിൽ ഇത്ര വയസ്സിന് മേളിലൊക്കെ ഉള്ളവരായിരിക്കും എൻഗേജ് ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ ഇത് ഈ ഒരു സിനിമ വരുന്ന സമയത്ത് അത് 2 തരത്തിലുള്ള ആൾക്കാരും എന്താണ് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഒരു സിനിമ. തീർച്ചയായിട്ടും അതെ, വളരെ കറക്റ്റാണ് പറഞ്ഞത്. അതായത് ഇത് സിനിമ ബഫ്സ് ആയിട്ടുള്ള പിള്ളേർക്ക് എല്ലാവർക്കും പുതിയ സിനിമ ഇറങ്ങുമ്പോൾ ഉണ്ടാവുന്ന ആങ്സൈറ്റികൾ എലമെന്റുകളൊക്കെ ഓതിയ ട്രെയിലറിലും വേടന്റെ സോങ്ങിലും കൂടി വന്നു. അവർക്കൊരു പക്ഷേ അന്നും എത്രയോ നാളുകൾക്ക് മുമ്പ് നടന്ന ധാരാളം ഇൻസിഡന്റുകൾ ചേർത്തുകൊണ്ടാണ് ഈ സിനിമ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ സിനിമാറ്റിക് ലിബർട്ടി ഉപയോഗിച്ചിട്ടാണ് ഈ സിനിമ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അത്തരത്തിലുള്ള ഗൗരവമായിട്ട് സിനിമ കാണുന്ന ആൾക്കാർക്ക് അവർക്ക് ആസ്വദിക്കാനുള്ള ഈ സിനിമയിലുണ്ട്. അതേസമയം തന്നെ പുതിയ പിള്ളേർക്ക് ടോവിയെ പോലുള്ള ഗംഭീരം പെർഫോമൻസ് ആണ്. അപ്പോൾ അവർക്ക് സിനിമാറ്റിക് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതും എൻജോയ് ചെയ്യാനുള്ളതും ഇതിലുണ്ട്. ടോട്ടൽ കണ്ടന്റും ഇതിലുണ്ട്. മലയാള സിനിമ കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നത് അതുകൊണ്ടല്ലേ. 240 ലാംഗ്വേജിലേക്കാണ് മലയാള സിനിമ ഇപ്പോൾ ഡബ് ചെയ്ത് ചെയ്യുന്നത്. അപ്പം ഇത്തരത്തിലുള്ള സിനിമകൾ മലയാളത്തിൽ വരുന്നതുകൊണ്ടാണ്. വേടന്റെ വിഷയം ഇപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഈ ഒരു പാട്ട് വന്നപ്പോൾ തന്നെ പടത്തിനൊരു ഹൈപ്പ് കയറി എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മള് വേടനെ പോലുള്ളവരുടെ രാഷ്ട്രീയം അത് നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. സിനിമയ്ക്ക് ഈ ഒരു കറക്റ്റ് സമയത്ത് അതൊരു കോയിൻസിഡൻസ് ആണ്. വേടന്റെ പാട്ടും മറ്റേ സംഭവമായിട്ട് ഓട്ടോമാറ്റിക്കലി ഒരു കോയിൻസിഡൻസ്. ഈ സിനിമയുടെ വിഷയമൊക്കെ അതാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അത് ധൈര്യമായിട്ട് ചർച്ച ചെയ്യാനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാവും. വേടനെ പോലുള്ള അതിൻ്റെ കൂടെ നിൽക്കാൻ, വേടനെ ഒപ്പം നിൽക്കുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യം, വളരെ വലിയ കാര്യമാണ്. പാട്ട് ഇറങ്ങി ട്രെൻഡിങ് ആയപ്പോൾ തന്നെ ഇപ്പം വീണ്ടും ഈ ഒരു വേടന്റെ വിഷയം സംസാരമായിട്ടുണ്ട്. തീർച്ചയായിട്ടും. അല്ല, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആണല്ലോ. ഞാൻ അതിനെ ഒരു മാർക്കറ്റിംഗ് ടൂളായിട്ട് ഉപയോഗിച്ചു എന്നല്ല പറയേണ്ടത്. വേടൻ, ഈ സിനിമയും വേടനുമായിട്ട് ഭയങ്കരമായിട്ട് ബന്ധമുണ്ട്. വേടൻ പറഞ്ഞ രാഷ്ട്രീയമായിട്ട് ഭയങ്കരമായിട്ട് ബന്ധമുണ്ട്. നമ്മൾ അത് കൂടുതൽ പറഞ്ഞാൽ സ്പോയിലറായി പോകും അല്ലേ. അത് കാണുന്നവർക്കറിയാം. വേടന്റെ രാഷ്ട്രീയവും ഈ സിനിമയുടെ രാഷ്ട്രീയവും തമ്മിൽ ഭയങ്കരമായിട്ട് ബന്ധമുള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഓഫ് കോഴ്സ് ഒരു പക്ക കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റ് ആണ് ഈ സിനിമ. എലമെന്റ്സ് എല്ലാം ഇതിലുണ്ട്. ജയ്സിംഗ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഹിറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. വളരെ ഡിഫറെന്റ് ആയിട്ടാണ് ജയ്സിൽ ഒറിജിനൽ ട്രാക്കുകളാണ് മാക്സിമം യൂസ് ചെയ്തിട്ടുള്ളത്. സാധാരണ സിനിമാ പാട്ട് ആ സ്വഭാവത്തിലുള്ള ഒരു പാട്ടൊരു ഈ സിനിമയിലുള്ളൂ. നമ്മൾ കേട്ട് ശീലിച്ചു. ബാക്കിയെല്ലാം ഈ സിനിമയുടെ കഥയുമായി, ആ കഥയുടെ പശ്ചാത്തലമായിട്ട് ഏറ്റവും കൂടുതൽ ചേരുന്ന കഥാപാത്രങ്ങൾ തന്നെ പാടുന്നത് പോലെയുള്ള അവരുടെ തന്നെ ട്രഡീഷണൽ പാട്ടുകളും വരികൾ തപ്പിയെടുത്ത് അതിന് റിസർച്ച് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്. അതൊക്കെയാണ് ഒരു എഫേർട്ട്. ആ എഫേർട്ട് ശരിക്കും പലപ്പോഴും നമ്മളെടുക്കുന്ന പണിയുണ്ടല്ലോ, നമ്മളൊരു സിനിമയുടെ പിന്നാലെ നടന്ന് നമ്മളെടുക്കുന്ന പണി പലപ്പോഴും സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് പക്ഷേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. വളരെ പണിയുണ്ട്. പക്ഷെ ഇതിൽ ആ തരത്തിലെടുത്തിട്ടുള്ള ജോലിയെല്ലാം വളരെ നന്നായിട്ട് വർക്കായി എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. എനിവേ, അതാ പറഞ്ഞ ഇപ്പം ഒരു ഡോക്യുമെന്റേഷൻ അല്ലല്ലോ, സിനിമയ്ക്ക് ഫിക്ഷണൽ എലമെന്റ്സ് ഉണ്ട്. അപ്പം ഞാനതാ പറഞ്ഞത്, സിനിമയുടെ ഒരു ലിബർട്ടി ഉണ്ടല്ലോ, സിനിമയുടെ തിരക്കഥയ്ക്ക് കൊടുക്കാവുന്ന ലിബർട്ടി, അതെല്ലാം മാക്സിമം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു വിഷയത്തെ സിനിമയാക്കിയിട്ടുള്ളത്. അത് വളരെ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. റൈറ്റർ ആയാലും അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ് ആയാലും ഒരു ഇൻഫർമേഷൻ, ഒരു റിപ്പോർട്ടിംഗ് പോലെ അല്ലാതെ അതിലൊരു ഫിക്ഷണൽ എലമെന്റുകളെല്ലാം കൊണ്ടുവന്ന് അതിനുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ട് സ്ക്രീൻ പ്ലേ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയും വരുന്ന ദിവസങ്ങളിൽ ചർച്ച ചെയ്യാൻ പറ്റിയ ഒരു സിനിമയായിരിക്കും.
കണ്ടു കേട്ടറിഞ്ഞ ഒരു സംഭവം വീണ്ടും അതൊരു സിനിമയായിട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ സംസാര വിഷയം ഈ ഒരു സിനിമയായിരിക്കും. ചർച്ചയാവട്ടെ. ശരിക്കും സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ഷൻ ആയാലും എന്ത് വന്നു കഴിഞ്ഞാൽ അതെടുത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു അതെ അതെ, കഴിഞ്ഞ 4-5 വർഷമായിട്ട് അതുണ്ടല്ലോ. ഏതൊരു പടം വന്നാലും നല്ല രീതിക്ക് ചർച്ച ആ നിലയ്ക്ക് ഈ സിനിമ വളരെ ഡിഫറെന്റ് ആയിരിക്കും. ഈ സിനിമയും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ പറഞ്ഞ സാഹചര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കൂടി. നമ്മൾ സാധാരണ കണ്ടുവരുന്ന സിനിമകളിൽ ഭയങ്കര വളരെ ഡിഫറെന്റ് ആണ് സിനിമ. അതായത് അതേസമയത്ത് തന്നെ എന്റർടൈൻമെന്റ് എലമെന്റ് എല്ലാം ഈ ഒരു പാക്കേജിലുണ്ട്. നമ്മളൊരു പ്രോഡക്റ്റ് ആയിട്ട്, ഒരു കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റ് ആയിട്ട് വെച്ചാൽ എല്ലാ എലമെന്റ്സും ഈ സിനിമയിലുണ്ട്. വളരെ നല്ലൊരു എഫേർട്ട്, എല്ലാവരും ഒരുമിച്ച്, ഒറ്റയ്ക്കല്ല, എല്ലാവരും ഒരുമിച്ചിട്ട് ചേർന്ന് നിന്നുള്ളൊരു പ്രവൃത്തിയാണ് സിനിമ. ഒരു കൂട്ടായ്മയാണുള്ള സിനിമ. അപ്പം ഇത് വേറൊരു വലിയ വെല്ലുവിളിയുള്ള ഇങ്ങനെയുള്ള സിനിമകൾക്ക് പെർഫോം ചെയ്യുന്ന ആൾക്കാർക്കും ഇതൊക്കെ മനസ്സിലാവണം. ഈ കണ്ടന്റ് എന്താണെന്ന് പിടികിട്ടണം, എന്താണ് അതിന്റെ രാഷ്ട്രീയ സാഹചര്യം എന്നൊക്കെ മനസ്സിലാവുക കൂടി വേണം. അപ്പൊ അതിനൊക്കെ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ചേരൻ സാറിനെ പോലുള്ള ആൾക്ക് വന്ന് ഈ സിനിമ ചെയ്യാന്ന് പറയുന്നത് അവർക്ക് അതിന്റെ രാഷ്ട്രീയം മനസ്സിലായതുകൊണ്ടാണ്. ആ നിലയ്ക്ക് ഇനിയും ഇതുപോലത്തെ സിനിമകൾ ഉണ്ടാവട്ടെ. പ്യുവർ എന്റർടൈൻമെന്റ് എന്നുള്ളത് മാറിയിട്ട് ഇത്തരത്തിലുള്ള കണ്ടന്റ് കൂടി ആഘോഷിക്കപ്പെടട്ടെ.